വിശ്വാസികൾക്കും വൈദികർക്കും ഓർമ്മയുണ്ടാകുമെന്നറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കന്യാസ്ത്രീ സമരത്തിൽ മലപ്പുറത്ത് നിന്നും താലിബാനിസ്റ്റുകളെ തട്ടമിട്ട് സജീവമായി കൊണ്ടെത്തിച്ചിരുന്നു. അവരെ എറണാകുളത്തെ വേദിയിലേക്ക് കൊണ്ടിറക്കിയതിന് പിന്നിൽ കന്യാസ്ത്രീ സമരം പൊളിക്കാൻ വെമ്പി നടന്ന എറണാകുളം രൂപതയിലെ ചില ലോഹധാരികൾ തന്നെയായിരുന്നു. സിറോ മലബാർ സഭയിൽ വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ തുടരുന്ന കുർബാന തർക്കത്തിന് പിന്നിൽ PFIയുടെ ഗൂഢമായ ഇടപെടലുണ്ടെന്ന CBCI പ്രസിഡന്റ് കൂടിയായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ ഉറച്ച വാക്കുകൾ സത്യമാണെന്നതിന് തെളിവാണ് അന്നത്തെ ഈ നീക്കങ്ങൾ. അപ്പോൾ എറണാകുളം രൂപതയിലെ ഈ ലോഹധാരികളുടെ സാമ്പത്തിക സ്രോതസ് NIA അന്വേഷിക്കണം. സഭാ തലവനാണെന്ന് പറഞ്ഞു നടക്കുന്ന തട്ടിൽ മെത്രാനും സഭയെ അപമാനിച്ച് നടക്കുന്ന പാമ്പ്ലാനി മെത്രാനും ഇതിന്റെ മറുപടി പറയണം. സഭയും ഒരു കാലത്ത് ഏറെ വിവാദമായ ഭൂമി വിൽപ്പന ഇടപാട് മുതൽ കുർബാന വിവാദം വരെ കൊണ്ടുവന്നവരുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഈ സത്യം പുറത്തു വരും. അതുതന്നെയാണ് താഴത്ത് പിതാവ് പറഞ്ഞത്. സഭയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ നേടാൻ നട്ടലുള്ള സഭാ നേതൃത്വം ഇപ്പോഴും ഇല്ലാത്തതാണ് സിറോ മലബാർ സഭയുടെ ഇന്നത്തെ ദുരവസ്ഥയുടെ പ്രധാന കാരണം. നിരോധിത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ PFIയുമായുള്ള ബന്ധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കുർബാന തർക്ക വിഷയവുമായി ബന്ധപ്പെട്ടോ ഒരു വൈദികനെയും ഒരു മെത്രാനെയും സഭയിൽ നിന്നും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ആ സ്ഥിതിക്ക് ആൻഡ്രൂസ് പിതാവ് പറയുന്നതനുസരിച്ച് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള വൈദികരും മെത്രാന്മാരും ഇപ്പോഴും സഭയ്ക്കുള്ളിൽ തന്നെയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആഗോള ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന PFI പോലുള്ള സംഘടനയുമായി ബന്ധമുള്ള വൈദികരും അവരാരായാലും മെത്രാന്മാർ അവരാരായാലും അവരുടെ പേര് വെളിപ്പെടുത്തണം. അവരെ സഭയിൽ നിന്നും പുറത്താക്കുകയാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ പോലെയുള്ള വിവേകമുള്ള പിതാക്കന്മാർ ചെയ്യേണ്ടത്. കുറഞ്ഞ പക്ഷം അവർ ആരൊക്കെയാണെന്ന് തുറന്നു പറയാനെങ്കിലും ഇനി പിതാവ് തയ്യാറാകുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇനി ക്രൈസ്തവർക്കിടയിലും തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവ് വ്യക്തമായി പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതും ഏതാണെന്ന് പരസ്യമായി തന്നെ തുറന്നു പറയാൻ ആൻഡ്രൂസ് പിതാവ് തയ്യാറാണ്. കാരണം ദേശീയ ഏജൻസികൾക്ക് അങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മെയ്തേ, കുക്കി, നാഗ വിഭാഗങ്ങളിലുള്ള ചില സായുധ സംഘങ്ങൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളും അക്രമ വിധ്വംസ പ്രവർത്തനം നടത്തുന്നത് നമുക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പിതാവ് ഉദ്ദേശിച്ചത് അതാണോ അതോ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു ഇവാഞ്ചലിസ്റ്റ് ലോബികളെയാണോ? ഈ രാജ്യത്തെ ക്രൈസ്തവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്ന കേരളത്തിലാണോ അത്തരം ക്രൈസ്തവ തീവ്രവാദ സംഘടന ഉള്ളതെന്നും ഒന്ന് വ്യക്തമാക്കി തരണം. വിശ്വാസികളുടെ ആ ഭീതി ഒന്ന് ഒഴിവാക്കി തരണം. കുർബാന ചൊല്ലുമ്പോൾ ഉമ്മറം കാണിക്കണോ പിന്നാമ്പറം കാണിക്കണോ എന്ന തർക്കം പരിഹരിക്കാൻ മാർപ്പാപ്പ അയച്ചതിന്റെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞു ഓടിച്ചതും ഇതേ വിമത വൈദികരാണ് അതിന് വളവും വെള്ളവും ഒക്കെ നൽകിയത്. അരമനക്കുള്ളിൽ കയ്യങ്കളിയും പള്ളിക്കുള്ളിൽ തമ്മിലടിയും ഒക്കെ നടത്തിയതും കുർബാന ചൊല്ലിക്കൊണ്ടുന്ന വൈദികനെ അടിച്ചു താഴെയിട്ടതുമൊക്കെ വ്യാജരേഖ ഉണ്ടാക്കിയതും ഭൂമി കച്ചവടം എന്നൊക്കെ പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കി വെച്ചതുമൊക്കെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് ആൻഡ്രൂസ് പിതാവ് ഒന്ന് വ്യക്തമാക്കണം. ഇനി ഇതൊന്നുമല്ല, മറ്റേതെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യൻ സംഘടനകളാണ് തീവ്രവാദ സംഘടനകളുമായി കൈകോർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് ആയുധ ശേഖരണം നടത്തിയത്? അവർ തീവ്രവാദ പരിശീലനം നടത്തുകയോ ഹിറ്റ് ലിസ്റ്റ് റെഡിയാക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവർ രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാനുള്ള ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ? അവർ ഹവാല ഇടപാടുകൾ പണമിടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും മേൽപ്പറഞ്ഞ രാജ്യവിരുദ്ധ നിയമവിരുദ്ധ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഇതിന്റെ പേരിൽ നിലവിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനകൾക്കെതിരെ കേസുകളുണ്ടോ? അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എഫേസോസ് 6:10-12 ഇങ്ങനെ പറയുന്നുണ്ട്: കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാക്കി സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ട്.